ഹായ് ഡിയസ്കപ്പെട്ടു, ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്. മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പുറത്ത് ഡ്രൈവിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല കാറ്റുണ്ട്. കാറ്റ് ആയതുകൊണ്ട് തന്നെ സ്പീഡൊക്കെ കുറയ്ക്കുക. സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഷെയ്ക്കാകും. ബാലൻസ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീഴാം. രണ്ട്, ഇപ്പോൾ റോഡിലൊക്കെ ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് തന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ മണലും കാര്യങ്ങളൊക്കെ കാണും. അപ്പം അതുകൊണ്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ തെന്നുമ്പോൾ അതിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയായതുകൊണ്ട് ചിലപ്പോൾ ഈ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ റോഡിൽ കൂടി പോകുമ്പോൾ അപ്പം അത് ചിലപ്പോൾ വണ്ടി ഈ ടയറിൽ ടച്ച് ആവുകയും തെന്നൽ സംഭവിക്കുകയും ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇരുവശങ്ങളിലായിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ശാഖകളൊക്കെ റോഡിൽ മീൻസ് റോഡിനോട് ചേർന്ന് തൂങ്ങിക്കിടക്കുന്ന പോലെയൊക്കെ കാണും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. കാരണം വലിയ വലിയ മരങ്ങളാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ശാഖകളൊക്കെ ഒടിഞ്ഞു വീഴാൻ ചാൻസസ് ഒരുപാടാണ്. കാരണം അത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് പല വാർത്തകളിലൊക്കെ ആയി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ പല സ്ഥലത്തും പല അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഗൂളിക്കടവിൽ ഒരു മരം വീണിട്ട് ഒരു ഓട്ടോയുടെ മുകളിൽ വീഴുകയും ആ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു പയ്യൻ മരണപ്പെടുകയൊക്കെ ചെയ്തതാണ്. അതും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയൊക്കെയാണ്, വെള്ളം വരും. ഇപ്പോൾ വെള്ളം മുഖേന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. പുഴകളിലേക്ക് പോയി അധികം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക, കുളിക്കാതിരിക്കുക. മാക്സിമം കഴിവതും വീട്ടിൽ തന്നെ കുളിക്കുന്നത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നനവ് സമയങ്ങളിലാണ് പല സ്ഥലത്തും ഇപ്പോൾ വൈദ്യുതി നിങ്ങൾ എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അവിടെയൊക്കെ ഈ മഴയുമായിട്ട് സമ്പർക്കം വരാണ്ട് സൂക്ഷിക്കുക. മീൻസ് വെള്ളവുമായിട്ട് സമ്പർക്കം വരാതെ സൂക്ഷിക്കുക. അപ്പോൾ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എസ്പെഷ്യലി ഈ നനഞ്ഞ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എന്താ പറയുക, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളും പിടിപെടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഡയേറിയ, മലേറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഹെൽത്തിനെ നോക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ, അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക, അത് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോമിൽ അംഗമായിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.